നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതേസമയം ഈ ക്വാറന്റൈനിലുണ്ടായിരുന്ന 3 പേരെ കൂടെ നിരീക്ഷണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു 77 പേരുടെ ഒരു സമ്പർക്ക പട്ടിക മിനിഞ്ഞാന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ 10 പേരെ കൂടി ഈ സമ്പർക്ക പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ ഹയസ്റ്റ് റിസ്കിൽ 4 പേരും ഹൈ റിസ്കിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരുമാണുള്ളത്. ആകെ മൊത്തം ഈ സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ 87 പേരാണ് ഉള്ളത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഈ രാമനാട്ടുകരയിൽ ഈ നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിൽ ഈ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 12 പേർക്ക് പനിയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും ഈ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സമ്പർക്ക പട്ടികയിൽ 87 പേരാണുള്ളത്. ഇവർ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. ഈ കൺട്രോൾ റൂമിൽ നിന്നും ഈ ദിവസേന 2 പ്രാവശ്യം ഇവരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നും വിദഗ്ധർ ഇന്ന് കോഴിക്കോട് പരിശോധനയ്ക്കായി എത്തും. ഗോകുൽ, പ്രവിധ.